ക്രിക്കറ്റ് ക്ലബിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജാതി മത രാഷ്ട്രീയ സംഘടനകൾക്കും അതീതമായിട്ട് എല്ലാ ജനങ്ങളെയും ഒന്നിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്ന എല്ലാ പ്രവർത്തനത്തെയും കൂട്ടായി ഒരു കൂട്ടായ്മയിലൂടെ കൊണ്ടുപോയി കുട്ടികളായാലും മുതിർന്നവരായാലും മറ്റ് യുവാക്കളെയും എല്ലാം കായിക മേഖലയിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും സംഘടിപ്പിച്ച് മയിലിൻ്റെതും ചുറ്റുവട്ടത്തുള്ള സാമൂഹ്യ മണ്ഡലങ്ങളിൽ 10-30 വർഷക്കാലത്തോളമായ ഒരു നിറഞ്ഞ പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ഈ ക്ലബിനെ പറ്റി പറയുമ്പോൾ 1985-90 കാലഘട്ടം മുതൽ ആരംഭിച്ച ക്ലബ്ബ് കണ്ണൂർ ജില്ലക്കകത്ത് തന്നെ ആദ്യമായിട്ട് മയ്യിൽ പ്രദേശത്ത് സ്റ്റിച്ച് ബോളിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിക്കൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. അതിനു പുറമെ ഷട്ടിൽ, ബാസ്കറ്റ് ബോള്, വിവിധ ഇനങ്ങളിൽ ടൂർണമെന്റുകൾ നടത്തുകയും അതുപോലെ സാമൂഹ്യ മേഖലയിൽ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും അതുപോലെ തന്നെ മറ്റ് ഉള്ള എല്ലാ മേഖലകളിലും ക്ലബിൻ്റെതായ കയ്യൊപ്പ് എപ്പോഴും നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള അജയന്റെ വീട് തന്നെ തെരഞ്ഞെടുത്തത് ഇവിടെ അതിന് പറ്റുന്നൊരു അന്തരീക്ഷവും ഉള്ളൊരു സൗകര്യവും കൂടി ആയതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തത്. ഈ സ്ഥലം അനുവദിച്ച അജയനെ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാത്തുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഇരിക്കൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുറഹ്മാൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ദീർഘകാലം പ്രവാസിയും അതുപോലെ തന്നെ ഏത് മേഖലകളിലും നിർമ്മാണ മേഖലകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളായിക്കോട്ടെ നിറഞ്ഞ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ശ്രീ അബ്ദുറഹ്മാൻ. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ 1-2 നിർമ്മാണ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലാരംഗത്തും അദ്ദേഹം ഗൾഫിലടക്കം നാടക കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പല പരിപാടികളും അങ്ങനെ നിരവധി പരിപാടികളും നിരവധി ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇരിക്കൂർ ബ്ലോക്കിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയത് വഴി പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ സാറിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രഭാഷകൻ, ക്ലബിന്റെ രക്ഷാകർത്താവ്, എല്ലാവർക്കും, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എല്ലാം അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം തേടി നമ്മുടെയൊക്കെ ഒരു എന്താ പറയണ്ട ഉപദേശകനായിട്ട് ഉള്ള ആളാണ് ശ്രീ രാധാകൃഷ്ണൻ മണിക്കോത്ത്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓരോ വ്യക്തികൾക്കും നേരിട്ട് അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങൾ പകർന്ന് കിട്ടിയിട്ടുള്ളതാണ്. അധ്യാപകനായിട്ടും മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള പ്രഭാഷണങ്ങളായിട്ടും എല്ലാം തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്, കാരണം എല്ലാവർക്കും അറിയായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ മയ്യിലിന് പ്രത്യേകിച്ചിട്ട് സുപരിചിതനായിട്ടുള്ള ഡോക്ടർ വിമൽ ആയില്യത്താണ്. ഓർത്തോയുടെ കണ്ണൂരിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ അദ്ദേഹം എല്ലാവരും ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ചികിത്സ തേടിയിട്ടുള്ള, അതുപോലെ തന്നെ ഇവിടുത്തെ അജയന്റെ മകൻ, അങ്ങനെ പലരും നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ ചികിത്സ തേടിയിട്ടുള്ളതാണ്. വളരെ സൗമ്യവും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും എല്ലാം കണ്ടാൽ തന്നെ കുറെ അസുഖങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ പോയാൽ തന്നെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ അദ്ദേഹം ഈ ഓർത്തോ ടീമിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്, നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്, അതൊന്നും ആർക്കും അറിയാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിക്കറ്റിലൊക്കെയുള്ള പരിക്കുകളെ പറ്റി അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ഞാൻ എന്റെ ഈ കാലിന്റെ ഒരു പരിക്ക് പറ്റിയപ്പോ ഒരു 8 ഓർത്തോന്റെ ഡോക്ടറെ കാണിച്ചു. ബേബി മെമ്മോറിയൽ മുതൽ ജുനൈ ഡോക്ടറെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു. പക്ഷെ എല്ലാവരും പോയപ്പോഴും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, ചിലർ പ്ലാസ്റ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് പ്രശ്നമില്ല, ഒരാഴ്ച റെസ്റ്റ് എടുക്കുമെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതി. അപ്പൊ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പറ്റാത്ത കാര്യം. അപ്പൊ പിന്നെ പറഞ്ഞു, എന്നാൽ ഒരു ചെറിയ പ്ലാസ്റ്റർ ഇട്ടോ, എന്നിട്ട് അങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ട് ഓപ്പറേഷൻ ഒക്കെ പല ഡോക്ടറും പറഞ്ഞിട്ട് ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് വളരെ നല്ല രീതിയിൽ അത് മാറുകയും അസുഖമായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ള ചികിത്സ മാത്രം നിർദ്ദേശിക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള ഡോക്ടറാണ് വിമൽ ആയില്യത്ത്.
അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഇത്ര ഈ വേദി അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തില്ല. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചോളൂ. ഇന്നത്തെ ചടങ്ങിന്റെ വിശിഷ്ടാതിഥി ഒരുപക്ഷെ ബാബുവിന്റെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ ഡോക്ടർ ജുനൈദിനെ വിശേഷിപ്പിക്കാം. ഒപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ദേഹപൂജയുടെ കാലഘട്ടമാണ് നമ്മൾ ഓർക്കുക. ഡോക്ടർ ജുനൈദ് നമ്മുടെ മുമ്പിൽ അതിനൊരു മാതൃകയാണ്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ആന്തരിക ജീവിതത്തിന്റെ സൗന്ദര്യത്തെ തേടിപ്പോകാൻ സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ കരുണയും ആർദ്രതയും അനുകമ്പയും അനുതാപവും സ്നേഹവും സാഹോദര്യവും സമത്വവും സമഭാവനയും ഒക്കെ എല്ലാ നന്മകളുടെയും ഉളനിലമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം. മാത്രവുമല്ല, നിങ്ങൾ മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും അസൂയയും പകയും കുടിപ്പകയും കുശുമ്പും കൂനായ്മയും കുനിഷ്ഠുമൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ഒരു കാലത്തും അങ്ങനെയുള്ള ഒരാള് വ്രതശുദ്ധി അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് നൊയമ്പ് നോറ്റ് ഈ ആരാധനയുടെ ഭാഗമായതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നർത്ഥം. യഥാർത്ഥത്തിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം കുടികൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. മനസ്സ് വിശാലതയുള്ളവന് മാത്രമേ യഥാർത്ഥ ഭക്തനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഹൃദയത്തിന്റെ വിമലീകരണ പ്രവർത്തനത്തിന് ഏറ്റവും സാധ്യതയുണ്ടാക്കണം. അങ്ങനെ ഹൃദയ വിശാലതയുള്ള നല്ല മനുഷ്യരായിട്ട് മാറുമ്പോൾ മതങ്ങൾക്കപ്പുറത്ത് എല്ലാവരെയും കാണാൻ സാധിക്കും. എല്ലാ മതങ്ങളുടെയും ഹൃദയ തത്വം എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. ആ സ്നേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് എല്ലാ മനുഷ്യരെയും തന്റെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരുവന് മാത്രമേ സ്രഷ്ടാവുമായിട്ട് ഏറ്റവും സാധ്യമായ അടുപ്പം, ഒരുപക്ഷെ ഏറ്റവും അടുത്തത് ഇടപഴകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോ തന്റെ വേദന, മറ്റുള്ളവരുടെ വേദന തന്റെ വേദനയാക്കി മാറ്റാൻ സാധിക്കും. മറ്റുള്ളവരുടെ സന്തോഷം തന്റെ സന്തോഷമാക്കി മാറ്റാനും സാധിക്കും. അങ്ങനെ മറ്റുള്ളവരെ തന്റെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും അപരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ ഓരോ അവരുടെ ചലനവും നമ്മുടെ കൂടി ആണ് എന്നുള്ള ബോധത്തോടെ അപരത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധ്യമാകും. ഇവിടെ ഈ എന്താണ് നോമ്പ് തക്കാരം അതൊരു നാടൻ ഭാഷയാണ്. സൽക്കാരത്തിന്റെ വേറൊരു കൊളാക്കൽ ലാംഗ്വേജ് തക്കാരം. ഈ നോമ്പ് തക്കാരത്തിൽ പങ്കെടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ മതങ്ങളെയും ഒന്നിച്ച് കാണുക എന്നത് മാത്രമല്ല, വളരെ ഭയാനകമായ ഒരു ആസുര കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ എല്ലാവരും പരസ്പരം കലഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംഗമങ്ങൾ നമുക്ക് നല്ലത് മാത്രം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഗമമായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ജാതീയ ചിന്താഗതികൾക്കും അപ്പുറത്ത് നിൽക്കുന്നതാണ് ഓരോ കലാമത്സരങ്ങൾ അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ. ഈ കായിക മത്സരത്തിൽ നമുക്ക് ജാതിയോ മതമോ ഒന്നുമല്ല വിഷയം. ജയിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജാതിയുടെയും മതത്തിന്റെയും അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എന്നും ഈ പവർ ക്ലബ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് ഈ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് ശേഷം ഈ നാടിന്റെ പ്രഗത്ഭമതിയായ പലരും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സഹപ്രവർത്തകനായ അസീസിനെ പോലുള്ള പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഔപചാരിക ചടങ്ങിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാതെ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മള അഭിവാദനങ്ങൾ നേരുന്നു. പിന്നെ ഈ ഒരു വിശുദ്ധ റമദാൻ മാസത്തില് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ ആശംസകൾ. താങ്ക് യു. മാക്സ്വെലിന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള അസീസ് ഭായിയാണ്. അസീസ് ഭായിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്.
പവർ സ്പോർട്സ് ക്ലബ്ബുമായി നേരിട്ട് പ്രവർത്തിക്കാറില്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് മാക്സ്വെൽ കമ്പനി തുടങ്ങിയത് മുതലല്ല, അതിനു മുമ്പേ തന്നെ മയ്യിൽ മേഖലയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടുപ്പമാണ്. പവർ സ്പോർട്സ് ക്ലബിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. നമസ്കാരം. നമ്മളെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രണ്ടാൾ ഇരിക്കുന്നുണ്ട്, ധനഞ്ജയേട്ടൻ, മധുവേട്ടൻ. നമ്മളെപ്പോഴും അവരെ വേദിയിൽ കാണുന്നില്ല. ഇനി അടുത്ത ഏത് പരിപാടിയും ബാബുവേട്ടനോട് പറയുന്നത് അവരെ പിടിച്ച് വേദിയിൽ കാണണം. നമ്മള് പവറിൽ ഏകദേശം ഒരു 90-ലധികം ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. ഞാൻ കേട്ടപാടെ പറഞ്ഞു, എന്തെങ്കിലും അവിടെ എല്ലാവരും ഉൾക്കൊള്ള. അജയന്റെ വീട് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരും കുടുംബാംഗങ്ങളും കൂടി ഇവിടെ എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ഇനിയും സ്ഥലം ഒരുപാട് ബാക്കി, നമുക്ക് പോകുമ്പോൾ ഒരു ക്രിക്കറ്റും കൂടി കളിച്ചിട്ട് പോവാം. ഇത്ര മനോഹരമായി ഈ ലൈറ്റിങ്സും കാര്യങ്ങളും. ഞാൻ ആദ്യം ഒരു വിമല ചോദിക്കുന്നുണ്ട്, റിസോർട്ടാക്കാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അത്രയും ഭംഗിയായിട്ട് സജ്ജീകരിച്ച നമ്മളെ സഫേന്റെ സിദ്ദീഖ്, സവാദ് അവർക്ക് ആശംസ പറയുന്നു. പിന്നെ ഏത് പരിപാടിന്റെയും ഒരു പില്ലർ സ്റ്റോണ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ സംഘാടകരൊപ്പം നിൽക്കുന്ന അണികളാണ്. ബാബുട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആഘോഷിച്ചതിനേക്കാളും ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചവരും പിന്നിൽ നിന്നവരും എല്ലാവർക്കും എന്നെ ആശംസ അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാറിന് നന്ദി പറയുന്നു. അതിന്റെ കൂടെ തിരക്കിനിടയിലും ഇന്ന് OP തീരേണ്ട സമയമൊന്നും ആയിട്ടില്ല. സാധാരണ ഞാൻ നമ്മളെ വിമൽ സാറുള്ള സമയത്ത് OP തീരുന്ന സമയം 8 മണി 8:30 നോമ്പൂറൊക്കെ അവിടെയാണ് ഉണ്ടാവുക. പക്ഷെ മൂപ്പര് തിരക്കൂട്ടി പെട്ടെന്ന് നേരത്തെ വന്നു. 6:45 6:40 ബാങ്ക് നോമ്പ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 5 മിനിറ്റ് വൈകിപ്പോയി. എന്നിരുന്നാലും ആ സമയത്ത് തന്നെ നമുക്ക് തീർക്കാൻ പറ്റി, എത്തിച്ചേരാൻ പറ്റി. ഒരു ഉറുമ്പ് വെള്ളത്തിൽ വീണു. അതിന് ശരിക്കും നീണ്ടാനെന്നറിയില്ല, വല്ലാതെ ഇടങ്ങാറായിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഒരു ഇല വന്ന് വീണ് ആ ഉറുമ്പിന്റെ അടുത്തേക്ക്, ആ ഓളത്തിനടുത്തെത്തി. ഉറുമ്പ് അതിൽ കയറി ഈ ഓളത്തിൽ ഇങ്ങനെ അനങ്ങി അത് ആ ഒരു കരയിലെത്തി ഉറുമ്പിനെ അവിടെ ഇറക്കി. ഉറുമ്പിന് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. നന്ദി പറയാൻ വേണ്ടി കൈവന്തിക്കാൻ നോക്കുമ്പോഴേക്കും ഇല അങ്ങ് തിരിച്ചു പോയിരുന്നു. ഇല നന്ദി വാങ്ങിക്കാനൊന്നും അവിടെ അങ്ങനെ നിന്നിട്ടില്ല, അതങ്ങ് പോയി. പക്ഷെ ഇല എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടത്. ഈ ഉറുമ്പ് വല്ലാതെ വെള്ളത്തിൽ വീണ് ഇടങ്ങാറായി നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവാണ് ഒരു ഇലേനെങ്ങനെ കൊത്തി വെള്ളത്തിലിടുന്നത്. ഇലക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഉറുമ്പിനെ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കണം എന്നുള്ള കാര്യം. അത് വളരെ ക്ലിയറായിട്ട് അത് അവിടെ എത്തിക്കുകയും ചെയ്തു. അവർ നന്ദിക്കൊന്നും പിന്നെ കാത്തു നിന്നിട്ടില്ല. എനിക്കൊറ്റൊരു കാര്യം പറയാനുള്ളത്, ദൈവം നമ്മളെയൊക്കെ ഒരു ഇലയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നു. പല ഇടങ്ങാറായി നിൽക്കുന്ന കുറെ ആൾക്കാർ, അതില് ശരിക്ക് വിജയം വരിച്ച ആൾക്കാർ 2 ആൾക്കാരാണ് ഇടുന്നത്. ഡോക്ടർ വിമൽ സാറ്, അതുപോലെ തന്നെ ജുനൈസ്. അവരൊക്കെ ദൈവം തള്ളിവിട്ട ഒരു ഇലയാണ്. അവർക്കൊക്കെ നമ്മളും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരുപാട് അടങ്ങാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നന്ദി വാക്കൊന്നും കേൾക്കാണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിച്ച് നല്ല രീതിയിൽ ഓരോരോ ആൾക്കാരെയും പറ്റാവുന്ന രൂപത്തിൽ മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതവും, വെറുതെ നമ്മൾ ജീവിച്ച് നമ്മളെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ച് സാമ്പത്തികപരമായൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരുടെ കാര്യം, അതൊന്നും അർത്ഥമില്ല. ജീവിതത്തില് ഞാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നാട്ടുകാരുടെ ഒരു മനസ്സിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കണം എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഈ നോമ്പിന്റെ ഒക്കെ ഒരു സന്ദേശം. ഇത് നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം. നമ്മളെയൊക്കെ ദൈവം തള്ളിവിട്ട ഇലകളാണെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞ് ഈ പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ജനകീയ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജുനൈസ് സാർ നമ്മുടെ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ മെമ്പറും അതുപോലെ തന്നെ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ ഒഫീഷ്യൽ ഡോക്ടറുമാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ വിദഗ്ധനായ
ഡോക്ടർ വിമൽ ആയില്ലത്ത്. അദ്ദേഹം എൻ്റെ അമ്മയുടെ കാലിനൊക്കെ പൊട്ടിയപ്പോൾ അദ്ദേഹമായിരുന്നു അമ്മയുടെ ഓപ്പറേഷനൊക്കെ ചെയ്തത്. പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ മെമ്പറായിട്ടുള്ള അബ്ദുള്ളക്ക, അതുപോലെ മാക്സ്വെലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, നമ്മുടെ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ മറ്റ് മെമ്പർമാർ, എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. നമ്മുടെ ഈ മൂന്നാമത്തെ ഈ നോമ്പുതുറ, നമ്മുടെ ഇത് മൂന്നാമത്തെ വർഷമാണ്. പവർ ക്രിക്കറ്റ് ക്ലബ്ബ് തുടർച്ചയായ 2 വർഷം നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഈ വർഷം ഇത് മൂന്നാമത്തേതാണ്. കഴിഞ്ഞ ഫസ്റ്റ് ഞങ്ങൾ നോമ്പുതുറ സംഘടിപ്പിച്ചത് മലപ്പട്ടം ഓപ്പൺ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം രാജു പപ്പാസ് ഹോട്ടൽ വെച്ചായിരുന്നു രണ്ടാമത്തെ നോമ്പുതുറ. ഇതിപ്പോ മൂന്നാമത്തെ നോമ്പുതുറ നമ്മളിപ്പോ ഇതുപോലെയുള്ള ഒരു നല്ലൊരു വൈബിൽ തന്നെ നമുക്കൊരു ഓപ്പൺ സ്റ്റേജിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റി. അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ വീടിന്റെ ഗൃഹനാഥൻ, പവർ ക്രിക്കറ്റ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ അജയന്റെ ഫാമിലി ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ ഈ ഇന്നത്തെ പരിപാടിയിൽ സ്പോൺസർ ചെയ്തിട്ടുള്ള ഭക്ഷണമായിട്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ അവരുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ, ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഞാനറിയാതെ, സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി, സുതാര്യഹാരം മാറിൽ ചാർത്തി തരുണമേ നീ വന്നു. ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ. മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ, മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ, തനതിന്റെ താനതിന്റെ എന്തിനോ താനിന്നെ താനതിന്റെ താനിന്നോ, താനന്ദ താനന്ദ തന്നിന്നോ, താനന്ദ താനന്ദ താനിന്നോ.
പനിനീരിൽ തൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണായി കടവത്തോ 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ